ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണത്തെ രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. അതിനെ വളർത്തിയതും പരിശുദ്ധാത്മാവ് തന്നെ. അത് മനുഷ്യ കരങ്ങളിലൂടെയാണെന്ന് മാത്രം. സഭയിൽ ആരംഭിച്ച ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ സഭയുടെ ഏറ്റവും അടിത്തട്ട് മുതൽ കുടുംബങ്ങളിലും ഇടവകകളിലും മറ്റു സമൂഹങ്ങളിലേക്കും വ്യാപിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ്. കരിസ്മാറ്റിക് നവീകരണത്തെ സ്വന്തമെന്നോണം കണ്ട്, ദൈവത്തിൻ്റെ വരദാനമെന്നോണം സ്നേഹിച്ച്, ഹൃദയത്തിൽ സൂക്ഷിച്ച്, അതിനുവേണ്ടി ത്യാഗമനുഭവിച്ച് അതിനെ വളർത്തിയ ധാരാളം മനുഷ്യരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കരിസ്മാറ്റിക് നവീകരണത്തെ കേരളത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ നയിച്ച KST. KSTയുടെ ചെയർമാന്മാരുടെ ജീവിതാനുഭവങ്ങളും നവീകരണ വീക്ഷണങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് 1995 മുതൽ 98 വരെ കേരളത്തിലെ നവീകരണ രംഗത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ പോൾ മുണ്ടോളിക്കൽ അച്ഛനാണ്. അച്ഛൻ, മാനന്തവാടി രൂപതാംഗമായ അച്ഛൻ, തൻ്റെ ജീവിതാനുഭവങ്ങളും നവീകരണത്തിലുള്ള അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് അച്ഛനോടൊപ്പം സഞ്ചരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്നും തിരുസഭയെ നയിക്കുന്നു. അനാദിയിൽ നിന്നും അനന്തത വരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു. നവീകരണ മുന്നേറ്റം ഈ ആത്മാവിൻ്റെ കാറ്റാണ്. നമ്മെ സുവിശേഷ സുഗന്ധത്താൽ നിറയ്ക്കുന്ന ദൈവാത്മാവിൻ്റെ സ്വർഗീയ കാറ്റ്. കേരള കത്തോലിക്ക നവീകരണ സമൂഹത്തിനെ ഈ ആത്മീയ സുഗന്ധത്തിൽ നയിച്ച വൈദികരെ അടുത്തറിഞ്ഞുള്ള നമ്മുടെ സഞ്ചാരം തുടരുന്നു. ഇത് ഫാദർ പോൾ മുണ്ടോലിക്കൽ. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിച്ച് അച്ചടക്കത്തോടെ വിശുദ്ധിയോടെ നവീകരണ സമൂഹത്തിനെ തിരുസഭയുടെ സ്നേഹത്തണലിൽ ചേർത്തു നിർത്തിയ ഇടയൻ. 1995 മുതൽ 98 വരെ KSTയുടെ തണലായ വൈദികൻ. സ്നേഹത്തിലൊന്നായി ഒരു ജനതയായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമ്മെ പരിശീലിപ്പിച്ച ഈ പുരോഹിതൻ നവീകരണ സമൂഹത്തിൻ്റെ പുതിയ സഞ്ചാരപാതകൾക്ക് പ്രകാശമേകുന്ന അനേകം പ്രകാശനാളങ്ങൾ നമുക്ക് ഇവിടെ പകർന്നു നൽകുന്നു. മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അച്ഛനോടൊപ്പം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഈ ആഴ്ച അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട അനുഭവങ്ങൾ അച്ഛനിൽ നിന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ ഈ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുന്നതിന് ഏറെ നന്ദി പറയുന്നു. ഒപ്പം എല്ലാ ഷാലോം പ്രേക്ഷകരുടെ പേരിലും ബഹുമാനപ്പെട്ട പോൾ മുണ്ടോളിക്കൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അച്ഛൻ്റെ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചായിരുന്നു. തുടർന്ന് അച്ഛൻ 1995 കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ ചെയർമാൻ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 3 വർഷക്കാലം അച്ഛൻ വളരെ നല്ല രീതിയിൽ കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ചു. അച്ഛൻ ഒരു വലിയ ഉത്തരവാദിത്വമാണല്ലോ KST ചെയർമാൻ എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ എല്ലാ രൂപതകളിലും കേരളത്തിലെ മുഴുവൻ സോണുകളിലും കരിസ്മാറ്റിക് നവീകരണത്തെ വ്യാപകമാക്കണം. ഒപ്പം വളരെ ഫലപ്രദമായിട്ട് കരിസ്മാറ്റിക് നവീകരണം വളരണം. ഈ ഒരു ഉത്തരവാദിത്വം അച്ഛൻ ഏറ്റെടുത്തപ്പോൾ അച്ഛൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്, വ്യക്തിപരമായിട്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് എന്തിനെയായിരിക്കും?
ഞാൻ ദൈവത്തിലെ ആശ്രയിച്ചു. ആ, കാരണം ഒത്തിരി കാര്യങ്ങളിൽ അന്ന് സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടായിരുന്നു. പിന്നെ പല ധ്യാന സെൻ്ററുകളും ഇങ്ങനെ തുടങ്ങി വരുന്നൊരു കാലഘട്ടം. അപ്പോൾ അത് തമ്മിലൊരു കോർഡിനേഷൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രധാനമായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയിൽ തന്നെയാണ് ആശ്രയിച്ചത്. മറ്റുള്ളവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനും എമ്മൗസിലൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് ഒരുമിച്ച് കൂടി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ കൊന്ത ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ. കാരണം വേറൊന്നുമില്ല, ഒന്നും കയ്യിലില്ല, ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ. അതോ അങ്ങനെ ഒരു സാഹചര്യം. അച്ഛൻ പറഞ്ഞ അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാൻ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അച്ഛനറിയാം, നമുക്കറിയാമല്ലോ, ധാരാളം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിലെ ബിഷപ്സ് കരിസ്മാറ്റിക് നവീകരണത്തെ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അച്ഛൻ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അച്ഛൻ സ്വീകരിച്ചിരുന്ന ഒരു ശൈലി എന്തായിരുന്നിരിക്കണം? തീരുമാനങ്ങൾക്ക് എടുക്കുന്നതിനൊക്കെ മുമ്പ് എപ്പോഴും കുറച്ച് സമയം വിസ്തുർബാനയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമല്ലല്ലോ ഇത്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു ഉപകരണം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഈ ചെറിയ സെൽ ഗ്രൂപ്പിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്ദേശം ആരായുമായിരുന്നു. അങ്ങനെ സന്ദേശമൊക്കെ സ്വീകരിച്ചിട്ട് കൂടിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഡിസേൺമെൻറ്റ് നടത്തിയിരുന്നു, ഒക്കെ ഒരു വിവേചനമൊക്കെ നടത്തിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ കരിസ്മാറ്റിക് അച്ഛൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ചെറിയ ഒരു മാന്ദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു എന്ന് പറഞ്ഞു നവീകരണ മേഖലയിൽ. പിന്നീട് അത് ആ ഒരു കാലഘട്ടത്തെ അച്ഛൻ എങ്ങനെയാണ് തരണം ചെയ്ത് മുമ്പോട്ട് പോയത്? അപ്പോൾ അതിന് ഒരു പ്രധാനമായിട്ടും എല്ലാ സോണുകളും സന്ദർശിച്ച് സോണിലുള്ള ലീഡേഴ്സിനെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയും പിന്നെ ലീഡേഴ്സിനെ ആണെങ്കിലും എല്ലാവരും തന്നെ എമ്മൗസിൽ വിളിച്ച് ലീഡേഴ്സിന് വേണ്ടിയിട്ട് തന്നെ കുറച്ചുകൂടി അവർക്കൊരു നവീകരണ അനുഭവം കൂടുതലുണ്ടാകാനായിട്ടുള്ള ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ധ്യാനിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ നടത്തി. അതുകൂടാതെ പിന്നെ ഒരു കേരള കൺവെൻഷൻ നടത്താനായിട്ട് ആലോചിച്ചു. കാരണം അങ്ങനെ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള ലീഡേഴ്സ് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആകാനും പിന്നെ അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ ഒരു കേരള കൺവെൻഷൻ, പക്ഷേ ഈ കൺവെൻഷന് മുമ്പായിട്ട് നടത്തിയൊരു ഗ്രാൻഡ് കോൺഫറൻസ് ആയിട്ട് ചങ്ങനാശ്ശേരി വെച്ച് നടത്തിയത് ലീഡേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ലീഡേഴ്സിനെ വളർത്താനായിട്ട് ആദ്യം നടത്തിയ ഒരു പ്രോഗ്രാം അത് നവീകരണത്തിലൊക്കെ വന്ന് കുറച്ച് നിലനിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു ആഴപ്പെടാനുള്ളൊരു പ്രോഗ്രാം എന്ന നിലയിൽ ഒരു ഗ്രാൻഡ് കോൺഫറൻസ് നടത്തി. അത് ഈ വരാൻ പോകുന്നൊരു കേരള കൺവെൻഷൻ ഒരുക്കുമായിട്ട് അങ്ങനൊരു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് കുറേയും കൂടി ലീഡേഴ്സിനെയൊക്കെ വളർത്തിയെടുക്കാം. പിന്നെ അതുവഴി തന്നെ രൂപത ബിഷപ്സ് മെത്രാന്മാരും ഒക്കെ ആയിട്ട് കൂടുതൽ കോൺടാക്ട് ചെയ്യാനും രൂപതകളിലെ വൈദികരുമൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സഹകരണം പ്രാർത്ഥനയും അങ്ങനെ ചോദിക്കാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കോൺടാക്റ്റുകളും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും കുറേയൊക്കെ അത് കൂടുതലൊരു സജീവമാകാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരള തലത്തിൽ ആദ്യമായിട്ടൊരു കൺവെൻഷൻ നടത്തുന്നത് അതാണെന്ന് തോന്നുന്നു. അതിനു മുൻപ് നടന്നത് ദേശീയ തലത്തിലുള്ള കൺവെൻഷൻ കേരളത്തിൽ വെച്ച് നടന്നിട്ടേ ഉള്ളൂ. അല്ലാതെ കേരളം തന്നെ ഒരു ആദ്യമായിട്ടൊരു എത്ര പേര് പങ്കെടുത്തു വെച്ചാൽ അതിനകത്ത്? അന്ന് പൊതുവേ നമ്മൾ ഒരു ഏകദേശം ഒരു 15,000 പേർക്കാണ്, 15,000-നും 20,000-നും ഇടയ്ക്ക് ആളുകൾ നമ്മൾ കണക്കാക്കിയത്. സെൻറ്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. അത്രയും ജനം പങ്കെടുത്തു. അത് എത്രത്തോളം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പിന്നീടുള്ള വളർച്ചയ്ക്ക് കേരളത്തിലെ ഈ ഒന്നിച്ചുകൂടൽ സഹായകരമായി? അതിലും പ്രധാനമായിട്ടും കുറേ പേരെ യുവജനങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ മുതിർന്നവരുടെ ഇടയിലും ഒക്കെ കുറേ ലീഡർഷിപ്പ് കുറേ കൂടിയൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇതിന് നേരത്തെ തന്നെ വളരെ നാൾ മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുങ്ങുന്ന ആ പ്രോസസ്സിൽ തന്നെ ഒത്തിരി പേര് ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ലീഡേഴ്സിനെ വളർത്തിയെടുക്കാനൊക്കെ അത് സഹായിച്ചിട്ടുണ്ട് ഗ്രാൻഡ് കോൺഫറൻസിലൂടെയും ഈ കേരള കൺവെൻഷനിലൂടെയൊക്കെ. അതുപോലെ തന്നെ വെച്ചാൽ ഈ അച്ഛൻ പറഞ്ഞ പല പ്രാവശ്യം ഉപയോഗിച്ചൊരു വാക്കാണ് ലീഡർഷിപ്പ് വളർത്തുക. കരിസ്മാറ്റിക് നവീകരണം കൂടുതൽ അൽമായരാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നത്. അൽമായരെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അൽമായർ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് നവീകരണം വളരണം. അതേതായാലും ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. അച്ഛൻ ഈ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിലെ അൽമായ വളർച്ചയെ പ്രഘോഷണ രംഗത്തായാലും മറ്റ് ശുശ്രൂഷ രംഗത്തായാലും ഒക്കെ ഉള്ള ഒരു അൽമായ വളർച്ചയെ
അച്ഛൻ എങ്ങനെയാണ് അതിനെ വ്യക്തിപരമായി വിലയിരുത്തുന്നത്? വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നത് കുറേ പേരെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വളരെ ആത്മാർത്ഥയോട്, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ആത്മാർത്ഥയോടു കൂടി ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ശൈലിയിൽ അതിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. വളരെ നിസ്വാർത്ഥമായി, അതായത് അതിനു വേണ്ടിയിട്ട് ഉറക്കമിളയ്ക്കാനും പ്രാർത്ഥിക്കാനും സംഭാവന ചെയ്യാനും ത്യാഗം സഹിക്കാനും ഒക്കെ സന്നദ്ധയുള്ള കുറേ ആത്മായ സഹോദരങ്ങൾ, യുവജനങ്ങളും മുതിർന്നവരുമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ കുറേ പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതേസമയം കുറച്ച് പേരെങ്കിലും അതിലേക്കൊക്കെ വരുന്നവർക്ക് ഒരുപക്ഷെ അതിൻ്റെ ആധ്യാത്മികത അത്ര ആഴപ്പെടാത്തത് കൊണ്ട് നേതൃത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വരുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഈ വിധത്തിലുള്ളൊരു ഉള്ളവരാണ് ഇപ്പോഴും വലിയൊരു ആശ്വാസവും പ്രതീക്ഷ എനിക്ക് തന്നിട്ടുള്ളത്. 1 പത്രോസ് 4:13 മുതൽ 16 വരെ നാം ഇപ്രകാരം ദൈവസ്വരം ശ്രവിക്കുന്നു. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാവുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതെ, ഓരോ സുവിശേഷ ധീരന്മാരും ദിനവും ഉരുവിടേണ്ട സ്വർഗീയ ദൂതാണ് ഇത്. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ ഞാൻ ഭാഗ്യവാൻ. ദൈവാത്മാവ് എന്നിൽ വസിക്കുന്നു. ആത്മാവിൻ്റെ തണലിൽ ഉറങ്ങുന്നവരുടെ താരാട്ടായി ഇത് മാറണം. സുവിശേഷ ധീരന്മാരുടെ മുദ്രാവാക്യമായി ഇത് ഉയരണം. പിന്നീടുള്ള നമ്മുടെ ശുശ്രൂഷകളെല്ലാം കൃപയുടെ നീർച്ചാലുകളായി നമുക്ക് ദർശിക്കാനാകുമെന്നത് തീർച്ച. ഒപ്പാച്ച, അച്ഛൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം, കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വരുന്ന ചില അൽമായരെങ്കിലും ഒരുപക്ഷെ വേണ്ടവണ്ണമുള്ള ഒരു ശിക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ അതോ ഒരു പൊതു ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണോ ചിലപ്പോഴെങ്കിലും ചില അൽമായർ വഴിതെറ്റി യാത്ര ചെയ്യുന്നത്? അച്ഛൻ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും കരിസ്മാറ്റിക് നവീകരണത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് ഏറെ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ചിലപ്പോഴെങ്കിലും ചില അൽമായർ ഒരു പൊതുവീക്ഷണത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് പോകുന്ന അനുഭവങ്ങളൊക്കെ കരിസ്മാറ്റിക് നവീകരണത്തിൽ കേരളത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്? അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും അച്ഛൻ്റെ ഒരു? ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പൊതുവായിട്ടുള്ള അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, വരങ്ങൾ ആർക്ക് വേണമെങ്കിലും ലഭിക്കാം. അപ്പോൾ അങ്ങനെ ലഭിക്കുന്നവർ അത്രത്തോളം ആഴമായ ഒരു ദൈവമായിട്ടുള്ളൊരു ബന്ധവും എളിമയും അതുപോലെ തന്നെ വേണ്ട ആത്മീയ പിതാക്കന്മാരുടെ ഗൈഡൻസൊക്കെ സ്വീകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ അവരുടെ മാനുഷിക തലത്തിലുള്ള ചിന്തകളും താല്പര്യങ്ങളൊക്കെ കടന്നു വരും. അങ്ങനെ കടന്നു വരുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരുപക്ഷെ കുറച്ച് വരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും, അല്ലെ വചനം പ്രഘോഷിക്കാനുള്ള കുറച്ച് കഴിവുകളുണ്ടായിരിക്കും. അത് തന്നെ ഉപയോഗിച്ച് കുറേ ആളുകളെയൊക്കെ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ അത്ര മനഃപൂർവ്വമല്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില ആകർഷണങ്ങൾ അവർക്ക് തന്നെ ഒരുപക്ഷെ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു ധ്യാന വചന പ്രഘോഷണം തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായ രീതിയിൽ പോകാം എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് പോവുകയും, അപ്പോൾ അവർ പ്രധാനമായിട്ടും ഈ ഒരു ആത്മീയ തലത്തിന്, പ്രാർത്ഥനയ്ക്കും ആത്മീയമായിട്ടുള്ള ഒരു ഗൈഡൻസിനൊക്കെ വേണ്ട പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് തന്നെ വിട്ടുപോകാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ ശരിക്കും കരിസ്മാറ്റിക് നവീകരണത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തൊന്നും വരാം അങ്ങനെയുള്ള വ്യക്തിപരമായ ഒറ്റയ്ക്കുള്ള യാത്ര. അച്ഛൻ ആ ഒരു തലത്തിൽ, അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ അതിനെ പലരെയും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാളുമാണ്. സാധാരണ രീതിയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധികൾ, മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരു വലിയ യാത്ര ചെയ്യാൻ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരാത്മീയ മേഖലയിലുണ്ടായ പ്രതിസന്ധികളെ അച്ഛൻ ഏത് തലത്തിലായിരിക്കും തരണം ചെയ്യുന്നത്? അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൽ ചെയർമാൻ എന്ന നിലയിൽ പൊതുവായിട്ടുള്ള കരിസ്മാറ്റിക് നവീകരണ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്.
വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബലഹീനതകൾ ഞാൻ തിരിച്ചറിയുക, അത് തിരുത്താനുള്ള ഒരു പ്രക്രിയ നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇന്നും തുടരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിലൊക്കെയുള്ള വലിയൊരു ആശ്രയം ഉണ്ടായിരുന്നു. പിന്നെ തുരുത്തിമറ്റ അച്ഛനെ പോലെയുള്ള അച്ഛൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയാനും അച്ഛനുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം പാലാട്ടിയച്ഛൻ, പള്ളിവാതിക്കലച്ഛനൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പൊതുവായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന അവസരങ്ങൾ അവരുടെയൊക്കെ ആണെങ്കിലും അവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ നല്ല ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ അച്ഛാ, ഈ കരിസ്മാറ്റിക് നവീകരണ അനുഭവം കേരളത്തിൽ വളർന്ന് വ്യാപിക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഇപ്പോൾ സഹനങ്ങളോ ഒക്കെ ഉണ്ടായാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ആളെ പ്രാപ്തരാക്കുകയാണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ പ്രബോധനങ്ങൾ വഴി നടന്നിട്ടുള്ളത്. ആ സഹനങ്ങൾ ചിലപ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുക, ആ ഒരു ബോധ്യത്തിൽ നിന്നും അല്പം ഈ വഴുതി മാറിയാണോ ഇന്ന് കരിസ്മാറ്റിക് നവീകരണം? അതായത് സഹനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് ആ സഹനങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആ സഹനങ്ങളെ ദൈവത്തിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ആ സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്തരത്തിലുള്ളൊരു ആധ്യാത്മികത നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ടോ? ഷാജി പറഞ്ഞ ഒരു പരിധിവരെ ശരിയാണ്. അതായത് പഴയ നിയമത്തിലൊക്കെയുള്ള ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, എന്തെങ്കിലും സഹനങ്ങൾ അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ദൈവത്തിന് ശിക്ഷയാണ്, അത് ഇവരുടെ ജീവിതത്തിലെ കുഴപ്പം കൊണ്ടാണ്, അതുകൊണ്ട് എല്ലാം ശുഭമായിട്ട് സന്തോഷമായിട്ട് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ചിന്ത പഴയ നിയമകാലം മുതലേ ഉള്ളതാണ്. അത് ഈ നവീകരണത്തിലൊക്കെ വന്ന കുറേ പേർക്കെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുമ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം. ഒരു സഹനമുണ്ടായാൽ അത് വലിയൊരു എന്തോ ഒരു എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ഒരവസരത്തിൽ വീണ് കൈ പൊട്ടിയ അവസരത്തിൽ അച്ഛനിങ്ങനെ സംഭവിച്ചോ, എനിക്ക് യഥാർത്ഥത്തിൽ അനുഗ്രഹമായിട്ടാണ് ഇത് തോന്നിയത്. കാരണം ദൈവം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, വലിയ സഹനങ്ങളൊന്നും തരാറില്ല. ഇത് ചെറിയൊരു സഹനമല്ലേ ദൈവം തന്നുള്ളൂ. ഈ ഒരു സഹനം വഴി ഇതുപോലെ വിഷമിക്കുന്ന എത്രയോ മനുഷ്യരെ പറ്റി ഓർക്കാൻ, കുറച്ചുകൂടി എൻ്റെ ബാഹ്യമായിട്ടുള്ള ഓട്ടങ്ങൾ കുറച്ചുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കാൻ ദൈവം തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ അവസരമായിട്ടാണ് ഞാനത് കാണുന്നത്. ഈശോ തന്നെ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. അതുപോലെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുകയും. അപ്പോൾ നമ്മൾക്ക് ലോകത്തിൻ്റെ വലിയൊരു പ്രലോഭനമാണ് കഴിയുന്നിടത്തോളം സുഖപ്രദമായിട്ടും യാതൊരു ദുഃഖവും വിഷമവും ഉണ്ടാകാതെയും ഈ ലോകത്തിൽ ജീവിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വളരെ വളരെ ചുരുങ്ങിയതാണ്. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു പർദീസായാക്കാനല്ല, ഇവിടെ മറ്റുള്ളവർക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിലൂടെ പർദീസ കൊടുക്കാൻ, പർദീസ അനുഭവത്തിലേക്ക്, സ്നേഹത്തിലേക്കും നമ്മുടെ പങ്കുവയ്ക്കലിലൂടെയുമൊക്കെ ഒരു ദൈവം ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ സഹോദരങ്ങളുടെ പങ്കുവയ്ക്കലിലൂടെ എന്നൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ആ വിധത്തിലൊരു സ്നേഹം പങ്കുവെച്ച് നിത്യജീവിതത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിത്യജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് സാധ്യമായ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും ദൈവമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ്. ഇവിടെ അങ്ങനെ ഒരു പർദീസായിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ചിലപ്പോഴെങ്കിലും ചില ആളുകൾ പറയും, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു കഷ്ടമോ ചെറിയ നഷ്ടമോ വന്നാൽ അപ്പോൾ അതൊരു ദൈവത്തിൽ നിന്നല്ല, അത് മറ്റെവിടെ നിന്നോ ആണ് എന്നുള്ള ഒരു ധ്വനി ചിലപ്പോഴെങ്കിലും ആളുകളുടെ ഉള്ളിൽ കയറുന്നു. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് വിശുദ്ധരുടെ കാര്യമാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അൽഫോൻസാമ്മ ഒരു ടീച്ചറായിരുന്നു, വളരെ സുന്ദരിയായിരുന്നു എന്ന് ജീവിതത്തിൽ പറയുന്നുണ്ട്. ഒത്തിരി സാധ്യതകളുള്ള ഒരു ചെറുപ്പക്കാരി. പക്ഷേ ഒരു വർഷം പഠിപ്പിച്ചപ്പോഴേക്കും തന്നെ രോഗമായി കിടപ്പായി. ഒരിക്കൽ പോലും ഗൗരവമായ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത വിശുദ്ധിയായ ഒരു സിസ്റ്റർ. പക്ഷേ ആ സിസ്റ്റർ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ കിട്ടിയൊരു അവസരം. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, ഈശോയെ, നിൻ്റെ കാസ മട്ടുവരെ കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സഹനങ്ങൾ എനിക്ക് തരിക എന്ന് പറഞ്ഞു. കാരണം ഈ സഹനത്തിലൂടെ അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തിരുസഭയുടെ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ സഹനങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. വിശുദ്ധ കൊച്ചുരഹസ്യയും അവസാനത്തെ 1.5 വർഷം ഭയങ്കരമായ സഹനങ്ങൾ, ക്ഷയരോഗം ബാധിച്ച് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആത്മീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ സഹനങ്ങൾ. അപ്പോൾ അവരൊക്കെ ഒരിക്കലും ഒരു ഗൗരവഭാവം പോലും ജീവിതത്തിൽ ചെയ്യാത്ത ആളുകളാണ്. ഏറ്റവും വലിയ സഹനങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതും ഇങ്ങനൊരു മനോഭാവം, അതായത് നല്ലവർക്ക് സഹനം ഉണ്ടാവില്ല എന്നുള്ള മനോഭാവം, അത് ശരിയായിട്ടുള്ള ഒരു സഭയുടെ കാഴ്ചപ്പാടല്ല, നമ്മുടെ ഒരു ആത്മീയതയുടെ ശരിയായ കാഴ്ചപ്പാടല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ സഹനങ്ങളെ സ്വീകരിക്കുന്നത് ഈ ഒരു മനോഭാവത്തോടെയാണോ? ഏതെങ്കിലും കൊച്ചനുഭവങ്ങൾ ഞങ്ങളോട് പറയാൻ സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് സഹനങ്ങളിൽ നേരത്തെ മുതൽ ഞാൻ സ്വാഗതം ചെയ്തിരുന്നു. അത്ര വലിയൊരു സഹനം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വാസ്തവം. കാരണം എനിക്ക് വലിയ സ്വപ്നങ്ങളില്ലായിരുന്നു, വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ ഒരു വൈദികനായപ്പോൾ ഒരു ഇടവകയിൽ, സാധാരണ ഒരു ഇടവകയിൽ വികാരിയായിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും ആദ്യത്തെ വർഷം തന്നെ സെമിനാരിയിൽ തന്നെയാണ് ഞാൻ അച്ഛനായി 3 മാസം കഴിഞ്ഞപ്പോഴും സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിതാവ് റോമിന് പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ തൂങ്ങി പിതാവിനോട് പറഞ്ഞിട്ടാണ് 1 വർഷത്തേക്ക് ഇടവകയിൽ പോകാൻ അനുവദിച്ചത്. കഴിഞ്ഞ് തിരിച്ചു വന്ന് 36 വർഷമായിട്ട് ഞാൻ ആകെ 1.5 വർഷമേ ഇടവകയിലായിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഇന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോദിച്ചാൽ ഞാൻ ഇടവകയിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു കാര്യം, എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒരു പൗരോഹിത്യ ശുശ്രൂഷ അല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൗരോഹിത്യ ശുശ്രൂഷ അത് ഏറ്റെടുക്കുമ്പോൾ അതെവിടെ ഏത് കാര്യത്തിന് നിയോഗിക്കുന്നു എന്ന് അത് അധികാരികൾ പറയുന്നത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എവിടെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടാലും അവിടെയൊക്കെ സാധാരണ ഉണ്ടാകുന്ന ചെറിയ പ്രതിസന്ധികളൊക്കെ അത്ര വലിയൊരു സഹനങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സിൻസിയറായിട്ട് പറഞ്ഞാൽ. ഇങ്ങനെ സ്വീകരിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഒരുമാതിരി എന്ത് സഹനം വന്നാലും സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് കാണാൻ പറ്റുന്നു. വലിയ ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ വലിയ സഹനങ്ങളുമില്ല. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് വളരുന്ന ഒരാളാണ് അച്ഛൻ. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു അച്ഛൻ ജപമാലയിൽ ആശ്രയിക്കുന്നയാളാണ്. കരിസ്മാറ്റിക് നവീകരണ അനുഭവം ആദ്യകാലഘട്ടങ്ങളിലെങ്കിലും ചിലപ്പോൾ ഈ ഒരു മാതൃഭക്തി, മാതൃസ്നേഹം കുറയുന്നു എന്നൊക്കെയുള്ളൊരു പരാതികളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കരിസ്മാറ്റിക് നവീകരണം നല്ല തരത്തിലുള്ളൊരു മാതൃഭക്തി സഭയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കരിസ്മാറ്റിക് നവീകരണം ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള, അല്ലെ അമ്മയുടെ മകൻ എന്ന തലത്തിലുള്ള അച്ഛൻ്റെ ഒരു അനുഭവങ്ങൾ അച്ഛനെ പരിശുദ്ധ അമ്മ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഒന്നാമത് മാതാവിൻ്റെ ജീവിതം തന്നെ എനിക്ക് എന്നും വലിയൊരു മാതൃകയും പ്രചോദനമാണ്. പ്രധാനപ്പെട്ടത് വിശുദ്ധരെന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നവർ, അസാധാരണ വരങ്ങളുള്ളവർ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു സങ്കല്പം അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ മാതാവ് വളരെ ഒരു സാധാരണ കുടുംബിനിയായിട്ട് മാതാവിൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു. അസാധാരണമായിട്ട് ഒരു കാര്യവും മാതാവ് ചെയ്തില്ല. ദൈവം ഇടപെട്ട് മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവപുത്രൻ്റെ അമ്മയായിട്ടൊക്കെ തിരഞ്ഞെടുത്തെങ്കിലും അതുപോലെ തന്നെ മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് ഒരു അത്ഭുതവും പ്രവർത്തിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് തന്നെയാണ് മാതാവിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. സാധാരണ ജീവിതം നയിച്ചുകൊണ്ടും അധികം അറിയപ്പെടാതെയും സ്ഥാനമാനങ്ങളില്ലാതെയും വിശുദ്ധിയിൽ വളരാൻ സാധിക്കും, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ സാധിക്കും. അപ്പോൾ ഈ മാതാവിൻ്റെ ആ ജീവിതം തന്നെ അങ്ങനെ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. രണ്ടാമത് ജപമാല ചൊല്ലി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1-2 എണ്ണം പറയാവുന്ന ഒരു ദിവസം എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് രാത്രിയിൽ ഏകദേശം ഒരു 10:30 ആയപ്പോൾ ഒരു ടെലിഫോൺ കോൾ, സ്നാലിലായിരിക്കുമ്പോഴാണ്. വെച്ചാൽ അവരുടെ മരുമകനും മരുമകളും ഭാര്യയും ഭർത്താവും കൂടെ ഒരു തറവാട്ടിൽ അപ്പനും അമ്മയും ഉണ്ട്. അവരുടെ ഇളയ മകനും മകളും ഇവർ ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുവാണ്. കാരണം എന്തോ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യാൻ അവർ അതിന് വേണ്ടിയിട്ടുള്ള വിഷമതാണ്ട് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് എന്നോട് വിളിച്ച് പറയുവാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഈ കാര്യം ഞാൻ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ ശാന്തമായിട്ട് കിടന്നുറങ്ങി, ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ശരിക്കും ഞാൻ രാത്രിയിൽ കൊന്ത ചൊല്ലി തന്നെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഇവരെ വിളിച്ചപ്പോൾ അവർ പറയാണ്, ഞാൻ ഈ ചെറുപ്പക്കാരനെ എനിക്കറിയാവുന്ന, അവർ വിളിച്ചപ്പോൾ സാധാരണ പോലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെന്നല്ലാതെ ഒന്നും സംഭവിച്ചതായിട്ട് പറഞ്ഞില്ല. പിന്നെ ഈ വിളിച്ച അമ്മയെ വിളിച്ചപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അച്ഛാ ഒരു കുഴപ്പം ഉണ്ടായില്ല, സന്തോഷമായിട്ട് പോകുന്നു പറഞ്ഞു. ഇതുപോലെ പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് വലിയ ശക്തിയുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. ഞാൻ പല അവസരങ്ങളിലും എനിക്ക് അവധി ദിവസങ്ങളോ സമയമൊക്കെ കിട്ടുമ്പോൾ മുഴുവൻ 4 കൊന്ത ധ്യാനാത്മകമായിട്ട് ചെല്ലുന്നത് എനിക്ക് വലിയൊരു അനുഭവമാണ്. ഈ തിരക്കിനിടയിലും തിരക്കിനിടയിലൊക്കെ ആണെങ്കിലും ദൈവം അതിന് സമയം അനുവദിക്കാറുണ്ട്. കാരണം അത്ര വലിയ തിരക്കില്ല സെമിനാരിലായിരിക്കുമ്പോൾ. അപ്പോൾ അത് പ്രധാനമായിട്ട് ഈശോയോട് തന്നെ കൂടുതൽ ഒരു ആഴമായ ബന്ധത്തിലേക്ക് വരാനും പിന്നെ മാതാവിനെയും കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ ഇത് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ആത്മീയ വളർച്ചയുടെ ഈ തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഏറെ അനുഭവപ്രദമാണ്.
പ്രത്യേകിച്ച് അച്ഛൻ ഈ അവസാനം പറഞ്ഞ കാര്യം, അതായത് മാതാവിലൂടെ ഈശോയിലേക്ക് വളരാൻ അച്ഛനെടുക്കുന്ന ഈ ഒരു ത്യാഗം, 4 കൊന്ത ചൊല്ലി മറ്റുമൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ മുമ്പിൽ അച്ഛൻ വയ്ക്കുന്നത് ഒരു വെല്ലുവിളി കൂടിയാണ്. ആധ്യാത്മിക വളർച്ചയ്ക്ക് ത്യാഗം എടുത്തേ പറ്റൂ, ഈശോയിലേക്ക് വളരാനായിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ചേ പറ്റൂ എന്നൊക്കെയുള്ള വലിയ ചില അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവുകളാണ് അച്ഛൻ ഞങ്ങൾക്കായിട്ട് പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ അച്ഛന് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ ആണെങ്കിലും അച്ഛൻ നയിച്ച കാലഘട്ടം കരിസ്മാറ്റിക് നവീകരണത്തെ ഒരു വളർച്ചയുടെ പടവുകളിലേക്ക് കൊണ്ടുപോകാനും അച്ഛന് സാധിച്ചു. അപ്പം അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന്, അത് ഞങ്ങൾക്കേറെ പ്രചോദനം ആ അനുഭവങ്ങൾ നൽകിയതിന് എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും ബഹുമാനപ്പെട്ട മുണ്ടുവള്ളിക്കൽ അച്ഛനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കുറച്ചുകൂടി ആഴത്തിലുള്ള അനുഭവങ്ങൾ അച്ഛനിൽ നിന്ന് ഞങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവത്തിന് സ്തുതി. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി സ്വന്തമാക്കുക എന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, സ്വർഗത്തിൻ്റെ മഹനീയ പദ്ധതിയാണ്. അതിനാൽ തന്നെ നവീകരണ സമൂഹം വേർതിരിക്കപ്പെട്ട സമൂഹമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ അഭിമാനിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ മക്കളായതിൽ ആദ്യം അഭിമാനത്താൽ നിറയണം. ഈ അഭിമാനമാകണം നമ്മുടെ ഊർജം. ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്കപ്പുറം കരമുയർത്തി തേടിവരുന്ന ക്രൂശിതനെ ദർശിച്ച് നമുക്കും പുതിയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കാം. ഈ ശിഷ്യരുടെ ഉറച്ച കാലടിപ്പാടുകൾക്ക് പിന്നാലെ ആത്മാക്കളെ നമ്മുടെ നാഥനു വേണ്ടി സ്വന്തമാക്കുന്ന സുവിശേഷ വയലിലേക്ക്. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകെന്നെ ഒരു നാളും അകറ്റുകെന്നെ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും, അകറ്റുകെന്നെ ഒരു നാളും അകറ്റുകെന്നെ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും പാകുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം പാകുവാൻ നിൻ വചനം